അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏറെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ് വാഹനാപകടം എന്ന് പറയുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ അതല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുന്ന ഒരു വിഷയമാണ് വാഹനാപകടം എന്ന് പറയുന്നത്. നാം വീട്ടിൽ നിന്ന് വലിയ സന്തോഷത്തോടെ, വലിയ പ്രതീക്ഷയോടെ വീട്ടിലുള്ള ഉമ്മയോടും വാപ്പയോടും സഹോദരങ്ങളോടും സഹോദരിമാരോടൊക്കെയും യാത്ര ചോദിച്ച് നാം ടൗണിലേക്കോ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര തിരിക്കാറുണ്ട്. ചിലപ്പോൾ തിരിച്ച് വീട്ടിലെത്തുന്നത് ആ സന്തോഷമുണ്ടാവണമെന്നില്ല. വാഹനാപകടം സംഭവിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ വലിയ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവാം, മരണം വരെ സംഭവിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ അവയവങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ഈ അപകടങ്ങൾ വരുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളൊക്കെയും 18 വയസ്സാവുമ്പോൾ 20 വയസ്സാവുമ്പോൾ ചില മക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ, അമിത വേഗതയിൽ വാഹനം ഓടിക്കുകയാണ്. എന്തോ നേടിയതുപോലെയാണ് ചില ആളുകളെ കാണുന്നത്. 100 സ്പീഡും 120 വേഗതയിലൊക്കെയും ഓടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരാളെയും കാണിക്കേണ്ട ആവശ്യമില്ല, ഒരു മനുഷ്യനും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ പതുക്കെ വാഹനം ഓടിച്ചു പോവുക. മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. അതുപോലെ ഉറക്കം വരുന്ന സമയത്തൊന്നും വാഹനം ഓടിക്കരുത്. എവിടേക്കെങ്കിലും പോവാനുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നേരത്തെ ഇറങ്ങിയാൽ പോരെ. ഇതൊക്കെയും സ്നേഹത്തോടെ ഞാൻ പറയാണ്. നിങ്ങളെവിടൊക്കെയും ഒരു സഹോദരനെ പോലെ കണ്ടുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ഗൗരവത്തിലെടുക്കണം. നമ്മുടെ ജീവിത രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചത്. ദിവസവും സോഷ്യൽ മീഡിയയിൽ കാണുന്ന വിഷയം നിങ്ങൾക്കൊക്കെ കാണുന്നുണ്ടാവാം. ബസ് അപകടങ്ങളും ഓട്ടോറിക്ഷ അപകടങ്ങളും വാഹന അപകടങ്ങളൊക്കെയും. പഠിച്ചവനെ, അപകട മരണങ്ങളെ തൊട്ട് നമ്മളെയും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും, ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളെയും പഠിച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സോഷ്യൽ മീഡിയയിൽ വെറുപ്പും വിദ്വേഷവും വർഗീയതയും അസഹിഷ്ണുതയും കുറ്റപ്പെടുത്തലുകളും പരിഹസിക്കപ്പെടലും ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തി സ്നേഹത്തോടെ സംസാരിക്കൂ. ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഒരു മനുഷ്യനോടും വെറുപ്പ് കാണിക്കരുത്. എല്ലാ ആളുകളെയും സ്നേഹത്തോടെ പരിഗണിക്കൂ. പഠിച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.